അപ്പൊ ഈ ചിൽഡ്രൻസ് കൗൺസിലിംഗ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ക്ലയൻറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 വയസ്സാണ്. 4 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവരെ കൗൺസിൽ ചെയ്യും. അതിനകത്ത് പിള്ളേരെ കൗൺസിൽ ചെയ്യുന്നത് വൺ ഓഫ് മൈ സ്പെഷ്യാലിറ്റിയാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെയും കൗൺസിൽ ചെയ്യും. എന്നാൽ കൊച്ചു കുട്ടികളെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് 4 വയസ്സാണ്. 4 വയസ്സ് മുതലുള്ള കുട്ടികളെ കൗൺസിൽ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഈ 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ഇഷ്യൂസ് മെയിൻ ആയിട്ട് ഈ കുഞ്ഞുങ്ങളെ വരുന്നത്? ഇഷ്യൂസ് ബിഹേവിയറൽ ഇഷ്യൂസ് ആണ് കൂടുതൽ. ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. ആങ്കർ, ടെമ്പർ ഇഷ്യൂസ് ആണ്. ആങ്കർ ആൻഡ് ടെമ്പർ ഇഷ്യൂസ് ആണ് യൂഷ്വലി 4 ഇയേഴ്സിന് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അത് പല കാര്യങ്ങൾ കൊണ്ട് വരാം. ഒന്നെങ്കിൽ പേരൻസിൻ്റെ ഡിവോഴ്സ് ആകാം, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ പേരൻസ് തമ്മിലുള്ള മാരേജ് ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ചിലപ്പം സിംഗിൾ പേരൻറ്റിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും. അങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വിഷയങ്ങൾ ഇത് പേരൻസ് എല്ലാം കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ വേറൊരു കുഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അറ്റൻഷൻ തിരിയുമ്പോഴത്തേക്ക് ഇതിന് അറ്റൻഷൻ കിട്ടാതെ വരിക, അല്ലെങ്കിൽ 2ൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങൾ. അപ്പം ചിലപ്പം ഗ്രാൻഡ് പേരൻസ് ഒന്നും ഇല്ലെങ്കിൽ പേരൻസ് 2 പേരും ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് 3-4 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ ഈ മൂത്ത കുഞ്ഞിന് 4 വയസ്സേ കാണത്തുള്ളൂ. അപ്പം അത് പ്രായത്തിൽ കവിഞ്ഞത് പെട്ടെന്ന് മെച്ചോർഡ് ആകേണ്ട വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷനും കൊണ്ട് അതിന് ദേഷ്യം, സാധനങ്ങൾ എടുത്തെറിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് അതൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ. അത്രയും ഒരു 4 മുതൽ 6 വയസ്സ് 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലായി നമ്മൾ കാണുന്നത് അങ്ങനത്തെ ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്യൂസ് നമ്മളെ കാണുന്ന ടീനേജ് ആയിരിക്കും അതോ? അല്ല, 6, 7 ആൻഡ് എബോവിലും ടെമ്പർ ഉണ്ട്, ബിഹേവിയറൽ ഇഷ്യൂസ് വരും. ടീനേജ് ഇഷ്യൂസ് സ്റ്റാർട്ടിങ് യൂഷ്വലി അറ്റ് ദ ഏജ് ഓഫ് 11 ആൻഡ് എബോവ്. 11 മുതലാണ് ഒരു പ്രീ ടീൻ ടു ടീൻ ഇഷ്യൂസ് വരുന്നത്. അതായത് ഡിപ്രഷന്, ആങ്സൈറ്റി, ഐഡൻറ്റിറ്റി ഇഷ്യൂസ്, പിന്നെ അപ്പം അതിൻ്റെ കൂടെ അപ്പം തന്നെ സൂയിസൈഡിൽ വരും. പിന്നെ പിയേഴ്സിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി ഇഷ്യൂസിനകത്ത് വരുന്നതാണ് പിയേഴ്സിൻ്റെ കൂടെ ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഭംഗി കുറവാണ്, എനിക്ക് നിറം കുറവാണ്, നിറം കൂടുതലാണ്, വണ്ണം കൂടുതലാണ്, കുറവാണ്, ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം വരുന്നത്. പിന്നെ പഠിക്കുന്നതിൻ്റെ പെർഫോമൻസ് എന്നെ കൊണ്ട് പറ്റുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ആ ഏജിലാണ് വരുന്നത്. അപ്പം അതിനോട് ആ ഇഷ്യൂസ് വരുമ്പം ഡിപ്രഷനും ആങ്സൈറ്റിയും കുട്ടികളിലേക്ക് കടന്നു വരുന്ന ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒത്തിരി കാണാറുണ്ട്. ഒരു 14, 15 ആൻഡ് എബവ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒത്തിരി ഞങ്ങൾ കാണാറുണ്ട്. അപ്പം നമ്മൾ ഈ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഏകദേശം അവർക്കൊരു മാറ്റം വരുന്നുണ്ട്. അപ്പം കൗൺസിലിംഗ് എന്ന് പറയുമ്പം ചില കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ്റെ ആവശ്യം വരും. ചില കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ സൈക്കാട്രിയിലും കൂടെ റെഫർ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഫിസിഷ്യന് അതിന് മെഡിസിനും കൂടെ കൊടുക്കേണ്ട ചില കേസുകളുണ്ട്. പിന്നെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പറയും ഇറ്റ് ഈസ് എ കൊലാബറേറ്റീവ് പ്രോസസ്സ്. അതായത് കൗൺസിൽ ചെയ്തത് കൊണ്ട് മാത്രം കുട്ടികളിൽ വ്യത്യാസം വരത്തില്ല. അത് കുട്ടികളായിട്ട് വലിയവരാകട്ടെ, നമ്മൾ പറയുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയും നമ്മൾ പറയുന്നത് അവർ വർക്ക് ചെയ്യാൻ റെഡിയുമായിരിക്കണം. ഞാനിപ്പം ഏറ്റവും സയൻറ്റിഫിക്കലി പ്രൂവൺ മെത്തേഡ്സ് കൊടുത്താലും എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി അതൊന്നും ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ വീട്ടുകാരതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഒരിക്കലും കൗൺസിലിംഗ് വർക്ക് ചെയ്തില്ല. കാരണം നമ്മൾ മെഡിസിൻ മെത്തേഡ് അല്ലല്ലോ, ഇത് നോൺ ഇൻ്റർവെൻഷൻ, നോൺ മെഡിസിൻ മെത്തേഡ് അല്ലേ. അപ്പം അതിപ്പോൾ തോട്ട്സിനെ ഇത് ചെയ്യുന്നതായിരിക്കും, അങ്ങനെ പല ഇപ്പോൾ ബിഹേവിയറൽ ചേഞ്ചസ് ആയിരിക്കും. അപ്പം അതെല്ലാം നമ്മൾ പറയുന്ന പോലെ ചെയ്താൽ എഫക്റ്റീവാണ്. പറയുന്ന പോലെ ചെയ്യുന്നവർക്ക് എഫക്റ്റീവും, പറഞ്ഞാൽ കേൾക്കാത്തവർക്ക് എഫക്റ്റീവ് അല്ലാതെയും വരുന്ന അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ്. അപ്പം ഞങ്ങളെപ്പോഴും പറയും കൗൺസിലർ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ഹെൽപ്പർ. നമ്മളൊരു വഴികാട്ടി പോലെ അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക. പക്ഷെ അവർ ആ വർക്ക് ചെയ്തേ പറ്റത്തില്ല. അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ കൗൺസിലറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര ട്രെയിൻഡ് കൗൺസിലർ ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേഷ്യൻ്റ് ഹാസ് ടു ഡു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ ഒരു 70% കൂടുതൽ വർക്കുണ്ട്. ബാക്കി 30% കൗൺസിലറിനെ മിടുക്കുക എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്, അവരുടെ തമ്മിലുള്ള അവരുമായിട്ടുള്ള റാപ്പോ എന്ന് ഞങ്ങൾ പറയും. അതായത് ക്ലയൻറ്റും കൗൺസിലറുമായിട്ടുള്ള ബന്ധം എത്ര ഊഷ്മളമായിരിക്കുന്നു, അവരെത്രത്തോളം കണക്റ്റഡ് ആയിരിക്കുന്നോ കൗൺസിലറുമായിട്ട്, അതിന് വലിയൊരു എഫക്റ്റാണ്. അതിന് അത് ബിൽഡ് ചെയ്ത് അതും ഇതും എല്ലാം കൂടെ കമ്പൈൻഡ് വരുമ്പോഴേ കൗൺസിലിംഗ് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ല അത് ജസ്റ്റ് നമ്മൾ പോയി കൗൺസിലിങ്ങിന് ഒന്നും പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ മെയിനായിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക്
after namla counseling over, if is it effective, or you have to counsel to the parents also? അപ്പോൾ കുഞ്ഞുങ്ങളിൽ കൗൺസിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ആസ് ഏർലി ആസ് 4 years എന്ന് പറയുമ്പോൾ കൊലാബറേറ്റീവ് കൗൺസിലിംഗ് ആണ്. അതായത് ഈ കുഞ്ഞുങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പേരൻസുമായിട്ടൊരു കൊലാബറേഷൻ, അതായത് ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ഒരു കുഞ്ഞുമായിട്ടുള്ള സമയം സ്പെൻഡിങ് ആണെങ്കിൽ അതിനകത്ത് 15 minutes പേരൻസുമായിട്ട് സ്പെൻഡ് ചെയ്യും ഓൺ എ ഡെയിലി സെഷൻ ബേസിസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതായത് പേരൻസ് അപ്പനെയും അമ്മയെയും വിളിച്ച് അവർ മാത്രമായിട്ട് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സെഷൻ ചെയ്യും. അതായത് പേരൻറ്റിങ്ങിൽ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തണം, പിന്നെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് വർക്ക് ചെയ്യണം. കാരണം നമ്മൾ മാക്സിമം ആഴ്ചയിൽ ഒരിക്കൽ 1 hour അല്ലേ കുഞ്ഞുങ്ങളെ മീറ്റ് ചെയ്യത്തുള്ളൂ. ഈ പേരൻസ് കൂടുതൽ സമയങ്ങൾ, പിന്നെ ചില സമയത്ത് നമ്മൾ സ്കൂളിൽ അവർ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്നെങ്കിൽ നമ്മൾ പേരൻസുമായിട്ട് റെക്കമെൻഡ് ചെയ്യും, സ്കൂൾ കൗൺസിലറിനെ കൂടെ കാണുക, ടീച്ചറിനോട് ഇങ്ങനെ ചേഞ്ചസ് വരുത്താൻ പറയാം. അതെല്ലാം നമ്മൾ റെക്കമെൻഡ്. അപ്പോൾ ടീച്ചേഴ്സിനും ഒരു എഫക്റ്റ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഒരു കൊലാബറേറ്റീവ് എഫക്റ്റ് ആണ് പിള്ളേർ വരുമ്പം കൂടുതൽ. നമ്മൾ കുട്ടിക്ക് എത്ര ക്ലാസ് കാണും, മീൻസ് എത്ര സെഷൻസ്, എത്ര കൗൺസിലിംഗ് സെഷൻസ്? സോ ഒരു കുഞ്ഞു പിള്ളേരാകുമ്പം മിനിമം 10 sessions ആണ്. 10 sessions വേണം. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളുമായിട്ടൊരു വിശ്വാസം വരാൻ തന്നെ, കാരണം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ തന്നെ ഒരു ലോങ് ടൈം എടുക്കും. കാരണം ഈ വ്യക്തി ആരാ, ഒരിക്കലും കാണാത്ത ഒരു വ്യക്തി, അവരെ സംബന്ധിച്ച് ഇത് ടീച്ചറാണോ, ഒരു ടീച്ചറുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ. അപ്പം പിള്ളേർ വരുമ്പോൾ ലോങ് ടേം കൗൺസിലിംഗ് ആ കുറച്ചുകൂടെ. കാരണം കൂടുതൽ പ്ലേ ചില ആഴ്ചകളിൽ വരുമ്പം അവർ ചിലപ്പോൾ അപ്സെറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അന്നേരം അവരോട് കുത്തിയിരുന്ന് കരയും. അപ്പം നമുക്ക് പറയാനൊക്കത്തില്ല, പറ്റത്തില്ല, ഇപ്പോൾ കൗൺസിലിംഗ് സെഷൻ ആയിരുന്നേ പറ്റത്തുള്ളൂ. അന്നേരം ചിലപ്പം പേരൻസുമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിള്ളേർക്ക് ഒത്തിരി മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും നമുക്ക് സംവെയർ ബിറ്റ്വീൻ 10 to 20 sessions എങ്കിലും മിനിമം വേണം. പിന്നെ പേരൻസിനൊക്കെ 10 session മതി, അതിനുള്ള ഡെവലപ്മെൻറ്റ് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടും. പക്ഷെ നമ്മൾ ഒരിക്കലും പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു റാപ്പിഡ് ഫയർ സെഷൻ പോലെ നടക്കത്തില്ല. കാരണം എപ്പോഴും ഞാൻ പേരൻസിനോട് പറയുന്ന ഒരു കാര്യം, ആദ്യത്തെ ഒരു 4 session അല്ലെ 5 session 6 session ആകുമ്പം തന്നെ വലിയൊരു ബിഗ് ചേഞ്ച് കാണും പിള്ളേർ. കാരണം പ്രത്യേകിച്ച് അറ്റൻഷൻ വീട്ടിൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ, അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ട് അവർ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്ന പിള്ളേരാണെങ്കിൽ കൗൺസിലറിൻ്റെ അടുക്ക വരുമ്പോൾ നമ്മൾ ഫുൾ അറ്റൻഷൻ അല്ലേ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അവർക്കൊരു വലിയ ചേഞ്ച് വരും അവിടെ. അതുകൊണ്ട് മാത്രം നമ്മൾ സംതൃപ്തരായി പോയി കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ പിന്നെ ഈ ഇഷ്യൂസ് എല്ലാം തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു 10 to 20 sessions നമ്മൾ പറയുന്നതിൻ്റെ കാര്യം. റാപ്പിഡ് സെഷൻസ് വിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാം, പക്ഷേ അതിന് റീലാപ്സ് വരും. അതാണ് പിന്നെ അപ്പം കൊണ്ടുവരേണ്ട വരും, തിരിച്ചു കൊണ്ടുവരണം. അതെ. അപ്പോൾ ഈ കൗൺസിലിംഗ് ചെയ്ത് ഈ ദിവസം നമ്മുടെ പ്രൊഫഷണലോ അപ്പം നമുക്ക് എടുത്തു പറയാം, അല്ലെങ്കിൽ എനിക്കത് എൻ്റെ ലൈഫിൽ എടുത്തു പറയത്തക്ക ഒരു കൗൺസിലിംഗ് എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? ഇൻ യുവർ അങ്ങനെ പേഷ്യൻസ് വന്നിട്ടുണ്ടോ? അപ്പം ഒരു ജനറലൈസ്ഡ് ആയിട്ട് ഞാൻ പറയാമേ, സ്പെസിഫിക് ആയിട്ട്. അപ്പം ജനറലൈസ്ഡ് ആയിട്ട് എനിക്ക് ഏറ്റവും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ എൻ്റെ അടുക്ക കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള അഡൽട്ട് ക്ലയൻസ്, അഡൽട്ട് ക്ലയൻസ് കർത്താവിൽ നിന്ന്, അവർ ക്രിസ്ത്യൻസ് ആണ്, പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ എനിക്ക് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. അവർ കുറേ നാൾ കൗൺസിലിംഗ് കഴിയുമ്പം അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരത്തിനോടൊപ്പം തന്നെ അവർ കർത്താവിലേക്ക് മടങ്ങി വന്ന അനുഭവങ്ങൾ കൗൺസിലിങ്ങിൽ കൂടെ കണ്ടിട്ടുണ്ട്. അത് ജീവിതത്തിൽ എനിക്ക് വളരെ എൻകറേജ്മെൻ്റ് ആണ്. കാരണം പോയ ഒരാൾ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക, പിന്നെ ആ മടങ്ങി വരുന്നതിനോടൊപ്പം തന്നെ അവരിൽ ചിലർ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കും പാർട്ട്ണറുമായിട്ട്. അവർക്കറിയാം അത് തെറ്റാണെന്ന്, പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെ പോയിട്ടുള്ളവരുണ്ട്. അപ്പം അവർ അതിൽ നിന്ന് വിട്ട് അവർ തന്നെ അത് റിപ്പൻറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് അവരുടെ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങും മാരേജ് കൗൺസിലിങ്ങും ചെയ്യുവാൻ അങ്ങനെ പല അനുഭവങ്ങൾ ദൈവം എനിക്ക് തന്നു. അതപ്പം ഒരാളുടെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് ഒരു ഡേ ആൻഡ് നൈറ്റ് ചേഞ്ചാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിനകത്ത് ഏറ്റവും ഹംബിളിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനല്ല ദൈവമാണത് പ്രവർത്തിച്ചതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. കാരണം ആ ട്രാൻസ്ഫോർമേഷൻ കർത്താവിന് മാത്രമേ ചെയ്യാനൊക്കെ. ആ ഗോസ്പൽ ഷെയർ ചെയ്യുന്നു. ഞാൻ കൗൺസിലിംഗ് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ
നമ്മൾ വചനത്തിൽ കൂടെയുള്ള ദൈവവചനവും അതിൻ്റെ പ്രിൻസിപ്പിൾസും കൂടെ ഉപയോഗിച്ചാണ് ഞാൻ കൗൺസിൽ ചെയ്യുന്നത്. അതും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് കൗൺസിൽ ചെയ്യുന്നത്. അപ്പം ആ വചനം എങ്ങനെ വ്യക്തിയിൽ രൂപാന്തരം കൊണ്ടുവരുന്നു എന്ന് കാണുന്നത് ഇറ്റ് ഇസ് സച്ച് എ ബ്ലെസ്സിങ്. ഇറ്റ് ഇസ് സച്ച് എ ബ്ലെസ്സിങ് ആൻഡ് ഇറ്റ്സ് സച്ച് എ ഹംബിളിങ് എക്സ്പീരിയൻസ്. കർത്താവേ, അത് ഞാനല്ല, നീയാണ്. നീ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിയിൽ ആ വ്യത്യാസം വന്നത്. അതുപോലെ കുഞ്ഞുങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പം ഒരു ബിറ്റർ സ്വീറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം അവർ ഒത്തിരി അറ്റാച്ച്ഡ് ആവും നമ്മുടെ അടുക്ക്. അവരെങ്ങനെ വന്നോ അതിൽ നിന്നൊരു കംപ്ലീറ്റ് ടേൺ ഓവറാണ്. അതൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ മാരേജ് കൗൺസിലിംഗ് ചെയ്യുമ്പം ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്, ഡിവോഴ്സിൻ്റെ വക്ക് വരെ വന്ന് ലാസ്റ്റ് റിസോർട്ടായിട്ട് വന്ന ചില വ്യക്തികൾ കൗൺസിലിംഗ് കഴിയുമ്പോൾ ഒന്നായിട്ട് പോകാൻ തീരുമാനിച്ച അനുഭവങ്ങൾ, അതൊക്കെ ജീവിതത്തിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ഒരു വലിയൊരു ടെസ്റ്റിമണിയുടെ മൊമെൻറ്റ്സ് ആണ്. നമ്മൾ തന്നെ എടുക്കുമ്പോൾ കർത്താവേ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല, എനിക്കറിയത്തില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാം. കാരണം ആസ് എ കൗൺസിലർ നമ്മുടെ ട്രെയിനിങ് വെച്ച് നമുക്കൊരു ഇവാലുവേഷൻ ഉണ്ട്. പിന്നെ ചിലതൊക്കെ അവരുടെ ലാസ്റ്റ് ഹോപ്പാണെന്ന് പറയുമ്പോൾ ആസ് എ ക്രിസ്ത്യൻ ലെറ്റ് മീ ട്രൈ എന്നുള്ള, ഞാനും അവരോട് തന്നെ പറയും ദിസ് ഇസ് ജസ്റ്റ് എ ട്രയൽ, എനിക്കറിയത്തില്ല വർക്ക് ചെയ്യുമോ എന്ന്, ബട്ട് ലെറ്റ്സ് ട്രൈ. നമുക്ക് ദൈവം അങ്ങനെ ഒരു ഭാരം തന്നിരിക്കുന്നത് കൊണ്ട് എടുക്കുന്നതാ ചില കേസസൊക്കെ. നമ്മുടെ ട്രെയിനിങ് വെച്ച് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ വർക്ക്. ചില കേസസ് വരുമ്പോൾ നമുക്ക് ഡിഡ് യു ഫീൽ ഇത് എടുക്കണ്ടായിരുന്നോ അല്ലെങ്കിൽ വേണ്ടായിരുന്നോ, ഇത് മുന്നോട്ട് പോകുമോ, അങ്ങനെ മുന്നോട്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ടുള്ള ഇതുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ടുള്ള രണ്ട് സൈഡുണ്ട് അതിന്. മുന്നോട്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഭാരപ്പെട്ടിട്ടുള്ള ചിലതിന് ദൈവം കംപ്ലീറ്റ് ആയിട്ടൊരു ടേൺ ഓവർ തന്നിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ട് വേദനാജനകരമായിട്ട് ഡിസ്ചാർജ് ചെയ്യേണ്ട അവസ്ഥകളും വന്നിട്ട് രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കൗൺസിലിംഗിൽ. നോൺ ക്രിസ്ത്യൻസും വരാറുണ്ടോ? ഉണ്ട്. നോൺ ക്രിസ്ത്യൻ ഞങ്ങൾ എല്ലാ ക്ലയൻസും എടുക്കും. ഗോസ്പൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗോസ്പൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗോസ്പൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ക്ലിനിക്കാണിത്. അപ്പം ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ നമ്മളൊരു ഇൻ്റഗ്രേറ്റീവ് ക്രിസ്ത്യൻ സൈക്കോതെറാപ്പി ക്ലിനിക്ക് എന്നുള്ളതാണ്. അപ്പം വിശ്വാസികളല്ലാത്തവരും അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ വരുന്നവരും നമ്മളൊരു ബെറ്റർ സർവീസ് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഓഫർ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ തുടങ്ങുമ്പോഴേ പറയും എൻ്റെ വേൾഡ് വ്യൂ ക്രിസ്ത്യനാണ്, കാരണം ഞാനൊരു ക്രിസ്ത്യനാണ്. അപ്പം ഞാൻ അവരോട് പറയും ഞാൻ ഗോസ്പൽ ഷെയർ ചെയ്യത്തില്ല, പക്ഷേ എൻ്റെ വേൾഡ് വ്യൂ അറിയാതെ വരും, അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊരു നമ്മളൊരു ആദ്യമേ ഒരു ഇത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം ദൈവം അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ്, നമ്മൾ ഒരു കൗൺസിലർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ പെതുക്കെ ദൈവം അവസരങ്ങളെ തരും സാധാരണ ഷെയർ ചെയ്യാൻ. അപ്പം ഷെയർ ചെയ്യുമ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ പറയും ഇത് ജസ്റ്റ് എനിക്ക് അറിയാവുന്ന സത്യം നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ലീവ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പം പൊതുവെ അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ആളുകൾക്ക് അതൊരു ഒഫെൻസീവ് അല്ല, അവരൊരു തുറന്ന ഹൃദയത്തോടെ കേൾക്കുകയും ചെയ്യും. പിന്നെ പ്രാർത്ഥിക്കും, എല്ലാ ക്ലയന്റിനു വേണ്ടിയും പ്രാർത്ഥിക്കും. ആഫ്റ്റർ ദി സെഷൻ എല്ലാ സെഷൻ കഴിയുമ്പോഴും പ്രാർത്ഥിക്കും. എല്ലാ സെഷൻ്റെയും എൻഡ് ചെയ്യുന്നത് പ്രയറില്ല. അതിനാരും ഇതുവരെയും, ഞാനിപ്പം ആ ക്ലിനിക്കിലായിട്ട് 4 years കഴിഞ്ഞു, ആരും നോ പറയത്തില്ല. നോൺ ക്രിസ്ത്യൻസും എന്നോട് പറയും ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ് ബട്ട് പ്രെയർ ഈസ് ഓക്കെ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സെഷനും ഞാൻ എൻഡ് ചെയ്യുന്നത് പ്രയറില്ല. എല്ലാ ക്ലയൻസിനും എല്ലാവരുടെയും സെഷൻ എൻഡ് ചെയ്യുന്നത് പ്രയറിലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ ക്ലയൻസിനെ കൗൺസിൽ ചെയ്യുന്ന അനുഭവങ്ങളുണ്ടോ? പ്രൊഫഷണലി പറ്റത്തില്ല, അവളുടെ മാത്രം ലൈസൻസ്ഡ് ആയിട്ടുള്ളല്ലോ. അല്ലാതെ ഞങ്ങൾ അൺഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാതെ പാസ്റ്റോറിയൽ രീതിയിൽ ഞങ്ങൾ കൗൺസിലിങ് ചെയ്യുകയും എസ്പെഷ്യലി നമ്മുടെ യൂത്തിനെ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. അത് മാത്രമല്ല അവരെ നമുക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിങ് അത് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ പാസ്റ്റോറിയൽ പെർസ്പെക്റ്റീവിലും ഒരു കൗൺസിലർ പെർസ്പെക്റ്റീവിലുമായിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മുന്നോട്ടുള്ള ഒരു ആഗ്രഹവും അതാണ് ആ രീതിയിൽ
നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് വളരെ കുറവാണ്. കാര്യം നമ്മൾ ഞാൻ ഒരു ബോൺ അഗെയിൻ ആണെങ്കിൽ വിശ്വാസത്തിലാണ്, പെന്തക്കോസ്റ്റ് ചർച്ചിലാണ് പോകുന്നത്, അപ്പോൾ ഐ ആം ഓൾ സെറ്റ്, ഞാനെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു ചിന്തയാണ് മാതാപിതാക്കൾക്കുള്ളത്. പക്ഷേ അങ്ങനല്ല. കുഞ്ഞുങ്ങളുടെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ അവർ കടന്നു പോകുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശ്വാസത്തിലുള്ള പിള്ളേർ. അപ്പോൾ അവരെ ഇത് അഡ്രസ്സ് ചെയ്യുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും നമ്മൾ റിയാലിറ്റിയുടെ മുമ്പിൽ കണ്ണടയ്ക്കാതെ ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ണടയ്ക്കുന്നതിനേക്കാളും ബെറ്റർ. കാര്യം നാളെ വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആകുന്നതിനെക്കാട്ടിലും ബെറ്റർ നമ്മളതിന് മുമ്പ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് ഞങ്ങൾ ചില ചർച്ചകളിൽ ഞങ്ങളെ വിളിക്കും. അപ്പോൾ ഞങ്ങളവിടെ പോയി യൂത്തിന് വേണ്ടി മാത്രമുള്ള സെഷൻസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് പേരൻസിന് ചെയ്യും. അപ്പം അങ്ങനൊരു മിനിസ്ട്രിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. ഞാൻ വർക്കിംഗ് ആണ്, ഞാൻ എൻജിനീയറാണ്, ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചർച്ചിലെ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, പാഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രീറ്റ് മിനിസ്ട്രിയും ഞങ്ങൾ എസ്പെഷ്യലി ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾ അമേരിക്കയുടെ സ്ട്രീറ്റുകളിൽ പോയി ഒരു ക്രോസും ഒക്കെ പിടിച്ച് നിന്ന് ഞങ്ങൾ മിനിസ്ട്രി ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ പിള്ളേരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒരു കാര്യം ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഡോണ്ട് ബി അഷെയിംഡ് അബൌട്ട് യുവർ ബിലീഫ്. വി ഷുഡ് ബി പ്രൗഡ് അബൌട്ട്. നമ്മൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് വളരെ ധൈര്യമുള്ളവരായിരിക്കണം. നമ്മുടെ മുമ്പിൽ വന്ന ഒരാൾക്ക് നമ്മൾ ട്രാക്റ്റ് കൊടുക്കുമ്പോൾ അവരതിനെ റിജക്റ്റ് ചെയ്യുമ്പം നമുക്കൊരു മനസ്സിലൊരു ക്ഷീണം തോന്നാൻ പാടില്ല. അത് റിജക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ അത് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങൾ അത് ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് പോകുമ്പം 2-3 പ്രാവശ്യം ആൾക്കാർ ഐ ഡോണ്ട് വാണ്ട് റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഉള്ളിലൊരു കോംപ്ലക്സ്, നമ്മളങ്ങ് ക്ഷീണിച്ചു പോവാം. എന്നാൽ അവരെന്നോട് ചോദിച്ചുകൂടാ എന്താ ഇവർ മേടിക്കാതെ. ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് എ റിയാലിറ്റി. 100 പേർക്ക് കൊടുക്കുമ്പം അതിൽ 2 പേരെ ചിലപ്പോൾ അത് സ്വീകരിക്കത്തുള്ളൂ. ആ റിയാലിറ്റി കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ശരിയാ. അപ്പം 98 പേരും റിജക്റ്റ് ചെയ്യുമ്പോഴും അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനോധൈര്യം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതിൽ കൂടെ മാത്രമേ പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് എസ്പെഷ്യലി ചർച്ചുകളിലുള്ള പിള്ളേരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അത് എക്സസൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളാ ലാഭോളം സുവിശേഷം മറ്റുള്ളവർ പറയുക. ഞാനിവിടെ അമേരിക്കൻസിനോട് പറയുമ്പം പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ ക്രോസുമായിട്ട് അമേരിക്കയിൽ നിൽക്കുമ്പം അവരുടെ വിചാരം എന്താ, ഇന്ത്യക്കാർ മുഴുവൻ ഹിന്ദുക്കളാണ്. അപ്പം നമ്മൾ നിൽക്കുമ്പം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ബ്രദറിൻ്റെ പേര് ബാലകൃഷ്ണ വെങ്കിടേഷ്. അപ്പം പുള്ളി പറയും എൻ്റെ പേര് ഇതാണ്, പക്ഷേ ഇപ്പം എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. അപ്പം ആ ഒരു വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അവരോട് സൂക്ഷിച്ചത്. അപ്പോൾ അതവർക്ക് ഭയങ്കര അസ്റ്റോണിഷിങ് എക്സ്പീരിയൻസ് ആണ്. അവർ പലരും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നൊരു കാര്യമാണ്, 100 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ രാജ്യത്തു നിന്ന് അനേക മിഷണറീസ് ഇന്ത്യയിലും കേരളത്തിലും ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ വന്ന് സുവിശേഷം പറയുകയും അതുമാത്രമല്ല അവരോട് മരിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ അമേരിക്കയിൽ വന്ന് അമേരിക്കയിൽ ദൈവം കൊണ്ടുവന്നത് ജോലിക്ക് വേണ്ടി മാത്രമല്ല, സുവിശേഷത്തിനും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊരു വെളിച്ചമാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് പറയുന്നത് വളരെ ഇൻസ്പയറിംഗ് ആണ് അവർക്ക്. അപ്പം അതൊരു വലിയൊരു സാക്ഷ്യമാണ് അവരുടെ മുമ്പിൽ. ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ പോയി കുരിശുമായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം അല്ലെങ്കിൽ പ്ലക്കാർഡുമായിട്ട് നിൽക്കുമ്പം അതവർക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ തലമുറയോട് എന്താ പറയാനുള്ളത്? നമ്മുടെ ഈ ന്യൂ ജനറേഷനോട് നമുക്ക് എന്താ മെസ്സേജ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്? ബിക്കോസ് ആസ് എ കൗൺസിലർ യു ക്യാൻ പാസ് എ ഗുഡ് മെസ്സേജ് ടു ദ യങ് ജനറേഷൻ. ന്യൂ ജനറേഷനോട് എപ്പോഴും എനിക്കിങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എസ്പെഷ്യലി അമേരിക്കയിലൊക്കെ ജനിച്ചു വളർന്ന് ഇപ്പം തിരുവല്ല, കുമ്പനാട്, റാന്നി ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിദേശ രാജ്യത്തോട് പോകുന്ന സമയങ്ങളാണ്. ആ ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ പോകും. ഇപ്പം ഞങ്ങൾക്ക് തന്നെ അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ. അപ്പം പിള്ളേരെപ്പോഴും പറയും അവർ പേരൻസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ ഹിയർ. എനിക്കൊന്ന് ഇവിടെ ആകുമ്പോൾ അവർ പറയും ഓ ദെയർസ് എ ബിഗ് ജനറേഷൻ ഗ്യാപ്പ്. ഓക്കെ,
ഉണ്ട്, ജനറേഷൻ ഗ്യാപ്പ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇന്നത്തെ ജനറേഷനോട് പറയാനുള്ളത്, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ there is only one culture. The culture is the Bible culture. There is no other culture. അത് വേഷവിധാനമാകട്ടെ, നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ രീതികളാകട്ടെ, നമ്മൾ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നതാകട്ടെ, there is only one culture and the culture is Bible culture. അല്ലാതെ ഇന്ത്യൻ കൾച്ചർ വഴി നമ്മൾ സ്പൗസിനെ സെലക്ട് ചെയ്യുന്നു, അല്ലെ അമേരിക്കൻ കൾച്ചർ, ചില വ്യത്യാസങ്ങൾ ചില വേസിൽ കാണും, പക്ഷെ ഫൗണ്ടേഷൻ ഈസ് ദ ബൈബിൾ. അപ്പം എപ്പോഴും ഞാൻ പിള്ളേരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പേരൻസ് മണ്ടരാന്ന് പറയുന്നതും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനൊന്നും അറിയത്തില്ലെന്ന് പറയുന്നതും അവർക്ക് നമ്മുടെ കൾച്ചർ മനസ്സിലാകത്തില്ല എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം ഇഫ് യു ഫോളോ ജീസസ്, you follow Jesus's culture and that is the Bible culture. There is no difference in that. കാരണം അതിന് പറയാനൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾ ഇവിടെ ജനിച്ച് വളർന്ന്, ഞാൻ അമേരിക്കയിൽ ജനിച്ച് വളർന്ന ആൾ, ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് ഗൾഫിൽ കുറച്ച് നാൾ പഠിച്ച് പിന്നെ വിവാഹം കഴിഞ്ഞ് അമേരിക്കയിൽ, അപ്പം ഞാൻ പല കൾച്ചർ കടന്നുപോയ ഒരാളാണ് അല്ലേ. പക്ഷേ ഞാൻ എപ്പോഴും എനിക്ക് അപ്പോൾ എല്ലാ കൾച്ചറിലും ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്. ആ കൾച്ചറിലുള്ള ഫ്രണ്ട്സ് എല്ലാം കർത്താവിനെ ആത്മാർത്ഥമായി സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് അവർ ഫോളോ ചെയ്യുന്ന അവരുടെ ബേസിക് പ്രിൻസിപ്പിൾസും വാല്യൂസും ബൈബിളാണ്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അവർ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നതാകട്ടെ, അവർ നടക്കുന്നതാകട്ടെ, അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാകട്ടെ, അവർ ജോലി ചെയ്യുന്നിടത്ത് ബിഹേവ് ചെയ്യുന്നതാകട്ടെ, അവർ ഫ്രണ്ട്സിനെ ചൂസ്, അവരതെല്ലാം ബൈബിളിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിലാണ് ചൂസ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല അന്നേരം. ദേ ഫോളോ ദ ബൈബിൾ. അപ്പം എനിക്ക് ഇന്നത്തെ തലമുറ എവിടെ ആയിരുന്നാലും അവരോട് പറയാനുള്ളത്, വെൻ യു ഫോളോ ജീസസ്, യുവർ കൾച്ചർ ഇസ് ദ കൾച്ചർ ഓഫ് ജീസസ്. ദാറ്റ് ഈസ് ദ ബൈബിൾ കൾച്ചർ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊരു എക്സ്ക്യൂസ് അല്ല നമുക്ക് തെറ്റ് ചെയ്യാൻ. ഈ തലമുറയിലുള്ളൊരു വ്യത്യസ്തമായൊരു രീതി നാം കാണുന്നത്, നമ്മുടെയൊക്കെ തലമുറയുടെ സമയത്ത് നമ്മുടെ പേരൻസ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് അല്ലേ. നല്ലൊരു പോയിന്റ്. അതെ, അവരെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, അനുസരണം. അവരെന്ത് പറഞ്ഞ, അപ്പം അപ്പൻ കള്ളു കുടിക്കുന്ന ആളായിരിക്കും, പക്ഷെ മോനോട് പറയും നീ കുടിക്കരുത്, മോനത് അനുസരിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇങ്ങനെ കണ്ടത്, ഒരു അപ്പൻ മോനോട് പറയുക നീ നല്ല മര്യാദയ്ക്ക് ജീവിച്ചോണം എന്ന് മോനോട് പറഞ്ഞു. മോൻ തിരിച്ച് പറഞ്ഞു, മേക്ക് ഷുവർ യു ഡു ബിക്കോസ് ഐ ആം ഫോളോയിങ് യുവർ ഫുഡ് സ്റ്റെപ്സ്. ഇന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു തലമുറയാണ്. ഫസ്റ്റ് നമ്മളോട് ആദ്യം ചോദിക്കും നിങ്ങൾ ആദ്യം ശരിയാകുക എന്നുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങൾ തൊട്ട് നമ്മളെ ആദ്യം അവർ വാച്ച് ചെയ്യുകയും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പണ്ട് നമ്മളത് ചെയ്യത്തില്ലായിരുന്നു, നമ്മൾ അനുസരിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവർ ക്വസ്റ്റ്യൻ നമ്മൾ, പക്ഷേ ഒരിക്കലും ആ ക്വസ്റ്റ്യനെ നമ്മൾ സപ്രസ് ചെയ്യാൻ പാടില്ല. ആ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി അതിന് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത് വളരെ കാര്യം. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഈ രീതിയിൽ ഡ്രസ്സ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ നാം അവരെ ഫോഴ്സ് ചെയ്യാതെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൈവവചന അടിസ്ഥാനത്തിലുള്ള മറുപടി നൽകിയാൽ, നമ്മളെപ്പോഴും ഒരു നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതി ഫോളോ ചെയ്യാനാണ് അവരെ. ഇപ്പം നമ്മുടെ ചർച്ചിലെ രീതികളാണെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ തന്നെ വേണം എന്ന് നാം അവരോട്, എന്നാൽ അതിന് തിരിച്ച് അവരിൽ ക്രിസ്തുവിനെ നാം കൊടുക്കുക, യേശുവിനെ അവരുടെ ഹൃദയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴും ഫോഴ്സ് ചെയ്യുന്നത്, നമ്മൾ ഫോളോ ചെയ്തത് അവരെ ഫോഴ്സ് ചെയ്യുക ചെയ്യുന്നത് അല്ല, അവരെ ക്രിസ്തുവിനെ കൊടുത്തു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി, കാര്യം എപ്പോഴും നമ്മളൊരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇമ്പോസ് ചെയ്യുമ്പം എന്താണെന്നറിയോ സംഭവിക്കുന്നത്, എപ്പോഴും റിബെല്യനാണ് സംഭവിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ആരാധനയിലിരിക്കുമ്പോൾ തലേ തുണിയിടുക എന്നുള്ള വിഷയം ഞങ്ങൾക്കിപ്പം അവരോടത് പറയണ്ട, അവർ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. ഞങ്ങളുടെ മറ്റു പിള്ളേർ ആരും ചെയ്തില്ലെങ്കിൽ പോലും അവരത് ചെയ്യും. ഞങ്ങളാരും ഫോഴ്സ് ചെയ്തിട്ടല്ല, അതിൻ്റെ റീസൺ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോൾ അവർ ചെയ്തോളും. അപ്പം ആ രീതി ചെയ്യുമ്പോൾ, അല്ലാതെ ഞാൻ ഇപ്പം മാലയിടുന്ന വിഷയമാണെന്ന് കൂട്ടിക്കോ, ഞാൻ പോയി അവർക്കൊരു മാല മേടിച്ചു കൊടുത്തു, അവർ നിങ്ങളിട്ടോ,
ഞാൻ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇടാതിരിക്കരുത്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മാറ്റണം. പക്ഷേ ഞാൻ എത്ര ഫോഴ്സ് ഇടരുതെന്ന് ഫോഴ്സ് ചെയ്യും തോറും ഞാൻ എൻ്റെ കൺട്രോളിൽ നിന്ന് അവർ മാറാൻ നോക്കിയിരിക്കും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം, അവർക്ക് ആ സ്വാതന്ത്ര്യം, ചോയ്സ്, ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ ചോയ്സ്. മനുഷ്യർക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത്. എന്നാൽ ക്രിസ്തുവിനെ നാം കൊടുക്കുമ്പോൾ ആ റൈറ്റ് ചോയ്സ് എടുക്കാനുള്ള തീരുമാനം അവരിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് ഈ തലമുറയിൽ വളരെ ഇമ്പോർട്ടൻ്റ്. ആസ് എ പേരൻസ് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇന്ന് തലമുറ പലരും വിശ്വാസത്തിൽ നിന്ന്, കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ്, ഒരു വീഡിയോ, ഒരു പെൺകുട്ടിയുടെ ഞാൻ കേട്ടത്, അവർ എത്തിസ്റ്റായി, വിശ്വാസത്തിൽ നിന്ന് പോയി. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി വിശ്വാസത്തിൽ നിന്ന് പോയി. എന്നിട്ട് പറയാണ്, ഞാൻ ഈ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു പോയതിൽ വിഷമിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ കേൾക്കുവാനിടയായി. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? കാര്യം നമ്മളവരെ ഭയപ്പെടുത്തി, അവരെ സപ്രസ് ചെയ്ത്, അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് റിബല്യനാണ് വരുന്നത്. എന്നാൽ യേശുവിനെ, ദൈവവചനത്തിൽ ക്രിസ്തുവിനെ നമുക്ക് അവരുടെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതല്ലേ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവായി കഴിയുമ്പോൾ അവരൊരിക്കലും അതിനെ എൻജോയ് ചെയ്യും. അതവർക്കൊരു തലവേദനയായിട്ട് മാറത്തില്ല, അതൊക്കെ എൻജോയ്മെൻ്റ് ആയിട്ട് മാറുവാൻ. എനിക്കൊന്ന് പേരൻസിന് അതൊന്ന് കൂടുതൽ കൗൺസിലിംഗ് വേണ്ടത് ഈ ഒരു ഏരിയയിൽ. പേരൻസിന് ഈ ഒരു തലമുറകൾ മാറും തോറും, അറിവ് വർദ്ധിക്കും തോറും അവരുടെ ക്യാരക്ടർ ഡിഫറെൻ്റ് ആവും. ആ റിയാലിറ്റി നാം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ അവർക്ക് ആ പേരൻറ്റിങ് കൊടുത്തു കഴിയുമ്പോൾ അവർ കറക്റ്റായിട്ട് വരുവാനിടയായിത്തീരും. നമ്മുടെ പേരൻസിന് എന്താ നമ്മൾ പറയാൻ, വാട്ട് ക്യാൻ വി സേ ടു അവർ പേരൻസ്? പേരൻസിനോട് ഒന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അനുസരിച്ചത് കൊണ്ട് എൻ്റെ മക്കളും അനുസരിക്കണമെന്ന് എനിക്ക് ശഠിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ അപ്പൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു, അതുകൊണ്ട് നീയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ചെയ്യത്തില്ല. അവർ പോയി പണി നോക്കാൻ പറയും നമ്മളോട്. അപ്പം പേരൻസ് ഇന്നത്തെ ജനറേഷനെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യേശുവിനെ നോക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ പഠിപ്പീരുകളെ നോക്കുമ്പോൾ, യേശു കർത്താവ് ഒരു യുണീക്ക് ടീച്ചറായിരുന്നു. യേശു കർത്താവിൻ്റെ പഠിപ്പീരുകളും യേശു കർത്താവിൻ്റെ സ്റ്റൈലും നോക്കുമ്പോൾ അത്രയും നാളുകളിൽ ആളുകൾ പഠിപ്പിച്ച സ്റ്റൈലല്ല യേശു കർത്താവ് അഡാപ്റ്റ് ചെയ്തത്. യേശു കർത്താവിൻ്റെ പ്രീച്ച് ചെയ്തിരുന്ന ക്രൗഡിൻ്റെ ആവശ്യമനുസരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി ഇരുന്ന് പഠിപ്പിച്ചു. പരീക്ഷരുടെ ഇടയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചു. അപ്പം നമ്മൾ മാതാപിതാക്കന്മാരോട് എനിക്ക് കൂടുതൽ പറയാനുള്ള ഒരു കാര്യം, ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കണം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഇങ്ങനെ വളർത്തി, അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഇതെല്ലാം പാലിച്ചു, അതുകൊണ്ട് നീയും അങ്ങനെ പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെല്ലാം സെയിമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു അഡാപ്റ്റബിലിറ്റി ഇൻ പേരൻറ്റിങ് സ്റ്റൈല് നമുക്ക് വേണം. നമ്മുടെ കുഞ്ഞിന് ഇതാണ് ആവശ്യമെങ്കിൽ, എന്നെ എൻ്റെ അപ്പൻ ഇങ്ങനെ പേരൻ്റ് ചെയ്തു, ഞാൻ നല്ലതായിട്ട് വന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പേരൻ്റ് ചെയ്യുന്നു ശടിച്ചുകൊണ്ട് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഒന്ന്. രണ്ടാമത്, പേരൻ്റ് നീഡ്സ് ടു ഗൈഡ് ദ ചൈൽഡ്. പേരൻ്റാണ് കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടിയാകേണ്ടവർ. കുഞ്ഞുങ്ങൾ നമ്മളെ വഴികാട്ടരുത്. ഓർഡർ തെറ്റും. ഓർഡർ തെറ്റിയ ദൈവം പ്ലേസ് ചെയ്ത ഓർഡറാണ്, പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് വഴികാട്ടിയാകുമ്പോൾ വെളിച്ചം നമ്മൾ വഹിച്ചേ പറ്റൂ. അപ്പം നമ്മളിൽ വെളിച്ചം പ്രോപ്പർലി ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം കുഞ്ഞുങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ പേരൻ്റ് ചെയ്യുമ്പം, കറക്റ്റ് ചെയ്യുമ്പം ഞാൻ ചിന്തിക്കണം, കർത്താവെ എനിക്ക് ആ ഏരിയയിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കറക്റ്റ് ചെയ്യുമ്പോൾ അത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാകണം, നമ്മുടെ ഈഗോ മാറ്റി വെക്കണം. 3, നമ്മൾ നമ്മുടെ കുഞ്ഞുമായിട്ട് ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടു എന്നിരിക്കുക. ഓക്കെ, നമ്മളങ്ങ് ഇമോഷനായിട്ട് വൈകാരികമായി പ്രതികരിച്ചു. ഓക്കെ, വൈകാരികമായിട്ട് നമുക്കങ്ങ് ദേഷ്യം വന്നിട്ട്
2 അടി പിടിച്ചങ്ങ് കൊടുത്തു. അവിടെ അടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, നമുക്കറിയാം. നമ്മുടെ ദേഷ്യത്തിന് ഒക്കെ നമ്മളങ്ങ് ചെയ്തു പോയി. പക്ഷെ നമ്മൾ അപ്പോളജൈസ് ചെയ്യണം, ക്ഷമ പറയണം. നമ്മൾ പറയണം, എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു, എൻ്റെ ദേഷ്യത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ അടിച്ചത്, അല്ലാതെ നീ ചെയ്ത തെറ്റിൻ്റെ പ്രതിഫലനമായിട്ടല്ല അടിച്ചത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ജോലിയിൽ ചിലപ്പം സ്ട്രെസ്സ് കാണും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താവുമായിട്ടോ ഭാര്യയുമായിട്ടോ വഴക്കിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ സ്ട്രെസ്സു നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യം കൊണ്ട് വന്നാൽ അവരൊരു മെന കാണിച്ചു, അല്ലെ അവർ അനാവശ്യമായിട്ടൊരു വാക്ക് പറഞ്ഞു, അല്ലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഉടനെ ആ ദേഷ്യം ഈ ദേഷ്യം എല്ലാം കൂടെ കൂട്ടി കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യാതിരിക്കുക. ഒരിക്കലും വൈകാരികമായി പണിഷ് ചെയ്യാതിരിക്കുക. വൈകാരികമായി നമ്മൾ പണിഷ് ചെയ്താൽ, ശിക്ഷിച്ചാൽ, കുഞ്ഞുങ്ങൾ ചൈൽഡ് സൈക്കോളജി ചിന്തിക്കുന്നത് അപ്പന് ദേഷ്യമുള്ളതുകൊണ്ട് അല്ലെ അമ്മയ്ക്ക് ദേഷ്യമുള്ളതുകൊണ്ട് അവർക്കതിനെ മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അവരുടെ ദേഷ്യം എല്ലാം കൂടെ എൻ്റെ തലമുണ്ടക്കിട്ട് തീർത്തന്നേ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഒരിക്കലും അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഡിസിപ്ലിനിങ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും ഒരിക്കലും അവരുടെ ഭാഗത്തിലെ തെറ്റ് അവരൊരിക്കലും മനസ്സിലാകത്തില്ല. അതേസമയം നമ്മളൊരു സമയം കൊടുത്ത് നമ്മൾ തന്നെ ഒന്ന് ശാന്തമായിട്ട് 2 അടി പിടിച്ചു കൊടുത്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 അടി കൊടുത്തു. ആ 2 അടി നിൽക്കും, കാരണം നമുക്ക് ദേഷ്യമുള്ളപ്പോൾ അത് 5 അടി പോകും. അതെ, മറ്റേത് പറഞ്ഞ് 1 അടി കൊടുത്തല്ലേ 2 അടി കൊടുത്തു. അപ്പോൾ കുഞ്ഞിനറിയാം എൻ്റെ അപ്പനല്ലേ അമ്മ എന്നെ ശിക്ഷിച്ചത്, ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടാണ്. അല്ലാതെ അവർ ദേഷ്യം പിടിച്ചിരുന്നുകൊണ്ട് ദേഷ്യം മൊത്തം കൂടെ കൊച്ചിനെ അടിച്ചു തീർത്ത് വടി പൊട്ടിക്കുന്നത് ശരിയായ പ്രവണതയല്ല. അതേ നമ്മൾ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പം നമ്മളങ്ങനെ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളിലോട്ട് അത് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ഇളയ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരോട് ചെയ്യും. അതെ, അപ്പം ആ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 4-മതും ഫൈനലായിട്ട് ഒരു കാര്യം, കുഞ്ഞുങ്ങൾ പേരൻ്റ് ഒരിക്കലും ഒരു ചൈൽഡിൻ്റെ ഫ്രണ്ടല്ല, നമ്മളൊരു ഫ്രണ്ടല്ല, നമ്മളൊരു ഫാദറാണ്, ഒരു മദറാണ്. പക്ഷേ ആ ഒരു റോളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് റോളും ഉണ്ട്. എന്ത് കാര്യവും അവരിച്ചിരി ഭയപ്പെട്ടാണെങ്കിലും എന്ത് കാര്യവും തെറ്റ് ചെയ്താലും നമ്മുടെ അടുക്ക വന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. അങ്ങനൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ജനറേഷൻ ആവശ്യം. നമ്മളത് ചെയ്തില്ലെങ്കിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡിങ് സെക്സ്, കുഞ്ഞുങ്ങൾ പോയി കല്യാണത്തിന് മുമ്പ് വീഴുന്നതിൻ്റെ കാര്യം അവർക്ക് അവരുടെ അമ്മയോടോ അപ്പനോടോ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി. അതേസമയം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങളോട് സംസാരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അതിന് നമ്മൾ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാന്ന് ഞങ്ങൾ എപ്പോഴും പറയും. റിയാക്ട് എന്ന് പറഞ്ഞു, അയ്യോ നീ അങ്ങനെ പോയോ ഇങ്ങനെ പോയോ എന്ന് പറയുന്നതിന് ഓക്കെ നിനക്ക് അങ്ങനെ സംഭവിച്ചു, അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് റെസ്പോൺസ്. രണ്ടിനും വലിയ വ്യത്യാസമാണ്. അത് ശരിയാ. ബിക്കോസ് പലപ്പോഴും പേരൻസ്, ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണ് നമ്മുടെ പേരൻസ് ആയിട്ട് അവർ വന്ന് പറയും, പലപ്പോഴും കുഞ്ഞുങ്ങൾ ഓപ്പൺ ആവുന്നില്ല, എന്താ ചെയ്യേണ്ടേ, ദേ ഡസന്റ് നോ. അപ്പൊ അതിന്റെ ഒരു ടിപ്പ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം, പേരൻസ് കുഞ്ഞുങ്ങളുടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പേരൻസ് എന്താ ചെയ്യണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മുടെ പിള്ളേർ കൂടുതലും ഓപ്പൺ ആകാത്ത ചില ഇഷ്യൂസ്, ഒന്ന് ഈ പിള്ളേർ വരുമ്പം അട്രാക്ഷൻ ഇഷ്യൂ ആണ്, ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള അട്രാക്ഷൻ. എനിക്ക് ആ ആളോടൊരു ഇഷ്ടം തോന്നി, ഒരു ക്രഷ് തോന്നി. അത് പലപ്പോഴും നമ്മുടെ പോലൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പം നമുക്കത് വലിയ പ്രശ്നമാണ്. ഒരാളോട് ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ഇഷ്യൂ ആണ്. ഓക്കെ, അതാണ് ഒരു ഇഷ്യൂ. മറ്റേ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ആയിട്ടുള്ള ഇൻറ്റിമസി ഇഷ്യൂസ്. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഇപ്പം അമ്മമാർക്ക് പെൺമക്കളോടും അപ്പന്മാർക്ക് ആൺമക്കളോടും പറയാൻ വൈമുഖ്യം ഉള്ള ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പം ഇങ്ങനത്തെ 2 ഇഷ്യൂസാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇപ്പോൾ കള്ളത്തരം, നമ്മൾ വിശ്വാസികളാകുമ്പോൾ നമ്മൾ കള്ളത്തരം ചെയ്യരുതെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നമ്മൾ പണിഷ് എന്ന് പറയുന്നതിലാണ് പിള്ളേർ കൂടുതൽ ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയുക, നമ്മൾ പിള്ളേരോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്താൽ ഞാനത് അപ്രൂവ് ചെയ്യത്തില്ല, പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ റിജക്റ്റ് ചെയ്യത്തില്ല. എൻ്റെ സ്നേഹം
അതുകൊണ്ട് ഒരിക്കലും നിനക്ക് കുറഞ്ഞു പോകത്തില്ല എന്നവരെ അഷ്യൂർ ചെയ്യുകയും, 2, അവരങ്ങനൊരു വിഷയമായിട്ട് വരുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കുകയും ചെയ്താൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കുഴിയിൽ പോയാൽ നമ്മൾ തന്നെ, ഞാനൊരു എക്സാമ്പിൾ കേട്ടതാ, നമ്മുടെ കുഞ്ഞ് കുഴിയിൽ പോയാൽ നമ്മൾ ആ കുഞ്ഞിനെ പിടിച്ചു കയറ്റുന്നവരായിരിക്കണം, ആ കുഞ്ഞിനെ പിന്നെ ആ കുഴിയിലോട്ട് തള്ളിയിടുന്നവരായിരിക്കരുത്. അപ്പം അത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് സ്നേഹം നമ്മൾ വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരങ്ങനെ തെറ്റ് ചെയ്താൽ നമുക്ക് പാടാണെങ്കിലും നമ്മൾ നമ്മുടെ ആക്ഷൻസിൽ അത് കാണിക്കാൻ ശ്രമിക്കണം. എനിക്ക് പ്രയാസമുണ്ട്, പക്ഷേ എൻ്റെ സ്നേഹത്തിന് അതിൽ കുറവ് വരുന്നില്ല, അതുകൊണ്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്യാം? അവരെ കണ്ടം ചെയ്യുന്നതിന് പകരം, എന്നാലും നീ തലതിരിഞ്ഞവൻ, നീ ഇങ്ങനെ ചെയ്തു, നീ നശിപ്പിച്ചു, കുടുംബത്തിനെ നാണം കെടുത്തി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേദന കാണാം, നമുക്ക് അവരുടെ കൂടെ ഇരുന്ന് കരയാം, അതിനൊന്നും പ്രശ്നമില്ല. മനസ്സിലായോ? അപ്പം അങ്ങനൊരു നമ്മൾ പറയുന്നത് തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ കുഞ്ഞുങ്ങൾ തിരിച്ച് നമ്മുടെ അടുക്കൽ വന്ന് ഒരു പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന അഭിപ്രായം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, കുഞ്ഞുങ്ങൾ നമ്മുടെ ടെമ്പർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്കൊരു കാര്യം നമ്മളോട് ഓപ്പണായിട്ട് പറയണം. അപ്പോൾ അവർ നോക്കുക എങ്ങനെയാണ് നമ്മളുടെ, അപ്പോൾ വേറൊരാളുടെ സ്റ്റോറി ആയിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയുന്നത്. എന്നിട്ട് നോക്കും നമ്മൾ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിനെങ്ങനെ നമ്മൾ എക്സ്പ്ലോഡ് ചെയ്യുകയാണോ, നമ്മളതിനെ അംഗീകരിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണോ, അതനുസരിച്ച് നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ പ്രതികരണം അനുസരിച്ച് അവർ നമ്മളോട് പറയണോ വേണ്ടായോ എന്നുള്ള അവർ തീരുമാനിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ അവരൊന്നും പറയത്തില്ല, അവർ നമ്മളോട് ഓപ്പൺ ആകത്തില്ല. അപ്പം നമ്മൾ പെതുക്കെ നമ്മളത് ഉള്ളിൽ നമുക്ക്, ഞങ്ങളുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഉള്ളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നിയാലും പുറമേ അത് കാണിക്കാതിരുന്നാൽ പെതുക്കെ നമ്മളതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ പിള്ളേരെ നമ്മളോട് ഓപ്പൺ ആകത്തുള്ളൂ. പിന്നെ 2 പറഞ്ഞാൽ റീഅഷ്വറൻസ്. ഇപ്പം ഞാനാണെങ്കിലും പിള്ളേരെ പണിഷ് ചെയ്യുമ്പോഴും ഞങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും അല്ലെങ്കിൽ പലപ്പോഴും റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് അവരെ റീഅഷ്വർ ചെയ്യുക. സ്റ്റിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, വി ലവ് യു. ആ വേർഡ് എപ്പോഴും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും, അല്ലാതെ ആ വേർഡ് വേറെടുത്തൊന്നും കേൾക്കാൻ പാടില്ല. അത് പേരൻസിൽ നിന്ന് അത് കേൾക്കണം അവർക്ക്. ആ വേർഡ് അവർ പേരൻസിൽ നിന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, വേറെടുത്തൊന്ന് കേൾക്കുമ്പോൾ അവർക്കതൊരു ഷോക്ക് ആകത്തില്ല. അയ്യോ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം നമ്മൾ പേരൻസ് എപ്പോഴും ആ ഒരു റീഅഷ്വറൻസ് അവർക്ക് കൊടുത്തു കഴിയുമ്പം അവർക്ക് മനസ്സിലാവും, ഞങ്ങളോട് ദേഷ്യപ്പെട്ടാലും ഞങ്ങളെ വഴക്ക് പറഞ്ഞാലും ബേസിക്കലി ദേ സ്റ്റിൽ ലവ് അസ്. അതൊരു ബിഗ് ഫൗണ്ടേഷനാണ് കുഞ്ഞുങ്ങൾക്ക്. പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, ടേബിൾ ടോക്ക് എന്ന് പറയും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പിള്ളേരോട് ഒരുമിച്ച്, അല്ലാതെ ഇങ്ങനെ ടി വിയും കണ്ട് എന്താ കഴിക്കുന്നത് പോലും അറിയാതെ കഴിക്കുന്ന അനുഭവം വരാതെ, ടേബിൾ ടോക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരുമിച്ച് ടേബിളിന് ചുറ്റും മേശയ്ക്ക് ചുറ്റും വട്ടമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ വാണ്ടഡ് ടു ഓപ്പൺ അപ്പ്, ദേ വാണ്ടഡ് ടു ടോക്ക്, ദേ ഹാവ് ക്വസ്റ്റ്യൻസ്. അവർ നമ്മുടെ ടെമ്പർ മനസ്സിലാക്കി ദേ ഹാവ് ക്വസ്റ്റ്യൻസ്, ദേ വിൽ ആസ്ക്. സോ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ പിള്ളേർക്ക് നമ്മൾ കൊടുക്കണം, നമ്മൾ ഒരുക്കി കൊടുക്കണം. ആ പിള്ളേർ നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്യും. പിന്നെ പിള്ളേരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ പേരൻസ് അബ്യൂസീവോ അങ്ങനെയൊന്നും അല്ലാത്ത സാധാരണ പേരൻസ് ആണ് ആ ഒരു സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയും റിയാക്ട് ചെയ്ത് ബഹളം വെക്കുമെന്ന് അറിയാമെങ്കിലും നിങ്ങളൊരു പാപത്തിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടാത്ത ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവർ അലയ്ക്കുമായിരിക്കും, 2 അടി തരുമായിരിക്കും. ഓക്കെ, പക്ഷേ എൻ്റെ അഡ്വൈസ് അങ്ങനെ ആണെങ്കിലും ട്രൈ ടു ഓപ്പൺ അപ്പ് വിത്ത് യുവർ പേരൻസ്. നിങ്ങളുടെ പേരൻസിനോട് തന്നെ നിങ്ങളത് ചെന്ന് പറയണം. കാരണം ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഏജും നിങ്ങളുടെ മെച്യൂരിറ്റിയുമേ ഉള്ളൂ. അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലോ നിങ്ങളെക്കാൾ ഇച്ചിരൂടെ ഭംഗിയായിട്ട് ചിന്തിക്കുകയോ ചെയ്തു. നിങ്ങൾക്ക് 14, 15, 16 വയസ്സുള്ള ഒരു മകനുണ്ടെങ്കിൽ ഒരു 40 വയസ്സുള്ള അപ്പനോ അമ്മയോ ചിന്തിക്കുന്ന
ആ മെച്യൂരിറ്റി ഒരിക്കലും ഒരു 14 വയസ്സുകാരനില്ല. അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, അവർ കൂലിവേല ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷെ ജീവിതം നടന്ന് പഠിപ്പിച്ച പാഠങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് വെല്ലാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്, നിങ്ങളുടെ പേരൻസ് ഒരു വിശ്വാസിയാണെങ്കിൽ അവർക്ക് ഒരു വിവരവും ഇല്ലെങ്കിൽ അവർ കണ്ണുനീരോട് പ്രാർത്ഥിക്കും. നിങ്ങളുടെ നന്മ അവരലച്ചാലും അടിച്ചാലും അറ്റ് ദി എൻഡ് അവർക്ക് നിങ്ങളുടെ നന്മ മാത്രമേ ആഗ്രഹമുള്ളൂ. അതിൽ കൂടുതലൊന്നും അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പം അവരാഗ്രഹിക്കുന്നതിലും ഒരമ്മ അല്ലെ ഒരു അപ്പൻ ഒരു കുഞ്ഞിന് വേണ്ടി, നോർമൽ സർക്കംസ്റ്റാൻസസാണ്, ഞാനൊരു അബ്യൂസീവ് സിറ്റുവേഷൻ അല്ലാത്ത സർക്കംസ്റ്റാൻസാണ് പറയുന്നത്, അവരാഗ്രഹിക്കുന്ന വേറെ ലോകത്ത് ആർക്കും നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുക. അതൊരു റിയാലിറ്റിയാണ്. ഞാൻ എൻ്റെ കൗൺസിൽ ചെയ്യുന്ന പിള്ളേരോട് ഞാൻ പറയും, ഞാൻ നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കും, ഞാനൊരു കൗൺസിലറാണ്, പക്ഷെ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ സ്നേഹിക്കുന്ന പോലോ നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ വേറെ ലോകത്ത് ആർക്കും പറ്റത്തില്ല. അവരെ അലയ്ക്കുന്നതും 2 അടി തരുന്നതും എല്ലാം നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഹെൽത്തി ആയിരിക്കത്തില്ല പ്രതിഫലനം. അപ്പോൾ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹാർഡാണെങ്കിലും നിങ്ങളുടെ സേഫസ്റ്റ് പ്ലേസ് ആഫ്റ്റർ ഗോഡ് ഈസ് യുവർ പേരൻസ്. അവർ 2 അലയടിച്ചാലും അലച്ചാലും അടിച്ചാലും അബ്യൂസീവ് അല്ലാത്ത പേരൻസ്, സാധാരണ വീടുകളിലെ വിശ്വാസികളായിട്ടുള്ള പേരൻസ്, അവരുടെ ആഗ്രഹം നിങ്ങൾ നല്ലതായിട്ട് കിടക്കണമെന്ന് തന്നെയാണ്. അപ്പം ദാറ്റ് ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് ടു ഷെയർ യുവർ. ഇറ്റ് ഈസ് ഹാർഡ്, പക്ഷേ ദാറ്റ് ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് ടു ഷെയർ യുവർ ഇമോഷൻസ്. സംടൈംസ് ചിൽഡ്രൻ ഓൾസോ ദേ യൂസ് ടു സേ, പേരൻസ് ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ദ സെയിം ഇഷ്യൂസ്, പേരൻസ് മനസ്സിലാക്കുന്നില്ല, ഞങ്ങൾ എന്ത് പറഞ്ഞാലും പേരൻസ് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഫ്രം ദി സ്റ്റുഡൻസ്. അപ്പം ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ക്രിസ്തുവിൽ ബഹുമാനിക്കുക. കർത്താവാണ് നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്നും നിങ്ങൾ ഇന്ന മാതാപിതാക്കന്മാർക്കുണ്ടാകണമെന്നും ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം ക്രിസ്തുവിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകത്തില്ലായിരിക്കും, എന്നാൽ പ്രാർത്ഥിക്കുകയും കർത്താവ് വിശ്വസിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാർ എപ്പോഴും നിങ്ങളുടെ നന്മ മാത്രം കാംക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കന്മാരായിരിക്കും. അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാതെ അവരെ ക്രിസ്തുവിൽ തന്നെ നിങ്ങൾ ബഹുമാനിക്കുക. അത് നിങ്ങൾക്ക് ദീർഘായുസ്സിന് കാരണമാകും, അവർക്കെല്ലാം മനസ്സിലായില്ലെങ്കിൽ പോലും. പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ ഇങ്ങനെ വളർത്തി, ഞാൻ അവരെ ചോദ്യം ചെയ്തില്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് ഇന്ന് എന്താണ് എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളത്, അതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, എൻ്റെ സംസാരത്തിൽ മാറ്റം വരുത്തണം, എൻ്റെ ചോദ്യോത്തരങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ഞാൻ ചിന്തിക്കണം എന്നൊരവബോധം നമുക്കൊന്ന് വേണം. രണ്ടാമത്, ഒരിക്കലും നമ്മൾക്ക് ഒരു നല്ലതല്ലാത്ത ദിവസമായിരുന്നു, അല്ലെ എനിക്ക് ജോലിയിൽ ഭയങ്കര പ്രഷറുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഭാര്യയും കൂടെ വഴക്കുണ്ടാക്കി, അത് സോൾവ് ആയില്ല, അങ്ങനെ നമ്മൾ ചില ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ദേഷ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ തീർക്കാതിരിക്കുക. നമ്മളങ്ങനെ ചെയ്താൽ അവരും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഒന്ന്. രണ്ടാമത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് അവർ നേരെയാകുന്നില്ല, അവർക്ക് അതിലും നമുക്ക് വഹിക്കാവുന്നതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് സൈക്കോളജി പാസ്സായി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള നല്ലൊരു സൈക്കോളജിസ്റ്റിനെ, ഒരു കൗൺസിലറെ നിങ്ങൾ കാണാൻ മടിക്കരുത്. എനിക്ക് പ്രത്യേകിച്ച് ഈ നമ്മുടെ സമൂഹത്തോട് പറയാനുള്ള കാര്യം, കൗൺസിലിന് പോകുന്നവർക്കെല്ലാം വട്ടുണ്ടായിട്ടല്ല പോകുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ തന്നെത്താൻ പരിഹരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾക്ക് നമുക്കൊരു പ്രൊഫഷണലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ളവരുടെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് നമ്മളവർ പോകുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ചിലപ്പോൾ 2-3 സെഷൻ കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്ന വിഷയങ്ങളാണ് നമ്മൾ പിന്നീട് വലിയ പ്രശ്നങ്ങളായിട്ടും നമുക്ക് വഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളുമായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ വിവാഹതര ബന്ധങ്ങൾ, വിവാഹത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പം
ചർച്ചായിട്ടും സഭകളായിട്ടും നമ്മൾ പ്രീമാറ്റൽ കൗൺസിലിങ്ങിന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്രീമാറ്റൽ കൗൺസിലിംഗ് വന്ന് കുറച്ച് സെഷൻസ് എടുത്ത് അവരുടെ ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ തന്നെ ഒരു ഡിവോഴ്സ് പ്രിവെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ശരിയായ രീതിയിൽ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുമെന്ന് പലപ്പോഴും കൗൺസിലിങ്ങിൽ കൂടെ നമുക്ക് റൈറ്റായിട്ടൊരു കൗൺസിലറിനെ തിരഞ്ഞെടുത്താൽ നമുക്കതിന് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം കൗൺസിലേഴ്സിനെയും സൈക്കോളജിസ്റ്റിനെയും നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ അതിന് കഴിവുള്ളവരെ അതിന് ഉത്സാഹിപ്പിച്ച് അതിന് വിടണം. ഞാൻ എപ്പോഴും പറയും, അതൊരു പാസ്റ്റോറിയൽ മിനിസ്ട്രി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മിനിസ്ട്രിയാണ് ഉപദേഷ്ടാക്കൾ. അത് ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നത്, കൗൺസിലിംഗ് ഒരു പരിധിവരെ ഒരു ഉപദേഷ്ടാവിൻ്റെ അതേ റോളാണ് വഹിക്കുന്നത്. അപ്പം അതിന് നമ്മുടെ സഭകൾ അതിന് ഉത്സാഹിക്കട്ടെ, അതിന് നമുക്ക് അവയർനെസ് ദൈവം തരട്ടെ. നമ്മൾ അങ്ങനെ ഒരു പുതിയ സ്റ്റെപ്പ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വെക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ നമുക്കതിന് ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇന്നത്തെ ജനറേഷൻ ആവശ്യമായത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് നമ്മളിൽ സംഭവിക്കാതെ ഇരിക്കട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ അതിലേക്ക് ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയുവാനുള്ളത്, കുടുംബമായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളുമായിട്ടുള്ള സംസാരങ്ങൾ, റൗണ്ട് ടേബിൾ ടോക്സ്, കോൺവെർസേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുമിച്ച് ഒരു കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം നൽകുന്നതാണ്. അങ്ങനെ കൂടുമ്പോൾ ഇമ്പം നൽകത്തക്ക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കത്തക്ക രീതിയിലുള്ള സംസാരങ്ങളും പ്രാർത്ഥനകളും ഈവൻ ഡെയിലി മെഡിറ്റേഷൻസ്, ബൈബിൾ എടുത്ത് ഒരുമിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ഈ വക ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ കണക്ഷനും ഊഷ്മളതയും വരുവാനായിട്ട് ഇടയാകും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് ആ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മൾ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മൾ ഇതൊന്നും മറന്നു പോകാതെ ക്രിസ്തുവിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയും നമ്മുടെ കുടുംബങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയും സുവിശേഷം ആദ്യം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ മുഴങ്ങട്ടെ, എന്നിട്ട് ആ സുവിശേഷം പുറത്തേക്ക് പോകുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നല്ലൊരു ചലഞ്ചിങ് ടെസ്റ്റിമണി ആയിരുന്നു. കുറേ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. മേ ഗോഡ് ബ്ലെസ് യു സോ മച്ച്. ദൈവം ഇനിയും യൗവനക്കാർക്ക് ഇടയ്ക്കും അഡൽസിൻ്റെ ഇടയ്ക്കും ദൈവം ഒത്തിരി യൂസ് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.